ഹായ് ഓൾ, എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് മെത്തേഡ്സ്? റീറ്റെയിൽ ട്രേഡേഴ്സ് എപ്പോഴും ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടക്കുന്ന സ്ട്രാറ്റജീസിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കിട്ടിയാൽ കൊള്ളാം എന്ന് എല്ലാവരും എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു ഓൾഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പെയർ ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് പെയർ ട്രേഡിംഗ്, എങ്ങനെ നമുക്ക് പെയർ ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതല്ല. ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മോർഗൻ സ്റ്റാൻലി, JP മോർഗൻ തുടങ്ങിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെറിയ റിസ്കിന് വലിയ പ്രോഫിറ്റ്സ് എടുത്ത ഒരു ട്രേഡിംഗ് മെത്തേഡ് തന്നെയാണ് പെയർ ട്രേഡിംഗ്. പിന്നീട് റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ ഈ ഒരു ടെക്നിക്സ് അറിയുകയും അവരെല്ലാം ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയൊക്കെ തുടങ്ങി. ഇന്ന് പലരും ഉപയോഗിക്കുന്നില്ല, എന്നാലും ഇന്നും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ട്രേഡിംഗ് മെത്തേഡിൽ അവൈലബിൾ ആണ്. ചെറിയ റിസ്കിൽ വളരെ മികച്ച പ്രോഫിറ്റ്സ് എടുക്കാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ട്രേഡിംഗ് മെത്തേഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ എന്താണ് പെയർ ട്രേഡിംഗ് എന്ന് നമുക്കിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ, ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് കൂടെ ബെൽ ബട്ടൺ അമർത്താനും മറന്നു പോകരുത്. ഞാൻ സുനി മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡേഴ്സ്. ഈ ഒരു വാക്ക് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് മെത്തേഡ്സിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പെയർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് രണ്ട് സ്റ്റോക്കുകൾ, അത് എങ്ങനെയായിരിക്കണം, ഒരേ സെക്ടറിലെ രണ്ട് സ്റ്റോക്കുകൾ എപ്പോഴും കൂടുതൽ സമയം ഒരേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും മൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാങ്ക് സെക്ടറിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കറിയാം HDFC ബാങ്കും അതുപോലെ തന്നെ ICICI ബാങ്കും മുകളിലോട്ട് പോകും എന്ന് നമുക്കറിയാം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ ഒരു രണ്ട് സ്റ്റോക്സ് നമ്മൾ പരസ്പരം നോക്കുമ്പോൾ HDFC ബാങ്ക് മുകളിലോട്ട് പോകുന്ന ചില സാഹചര്യങ്ങൾ ICICI ബാങ്ക് താഴത്തോട്ട് പോകുന്നതായിട്ട് കാണാറുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ മുകളിലോട്ട് പോകുന്ന HDFC ബാങ്കിനെ സെല്ല് ചെയ്ത് താഴത്തോട്ട് പോകുന്ന ICICI ബൈയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് ഇവർ രണ്ടാളും വീണ്ടും ഒരേ ഡയറക്ഷനിലോട്ട് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രോഫിറ്റ്സ് ലഭിക്കും എന്നുള്ളതാണ് പെയർ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോജിക്. അപ്പോൾ ഒരേ സെക്ടറിലുള്ള രണ്ട് സ്റ്റോക്കുകളെ എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരത്തിൽ പെയർ ട്രേഡിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കാം. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, HDFC ബാങ്കും ICICI ബാങ്കും. ഇപ്പോൾ നമ്മൾ സ്റ്റീൽ സെക്ടറിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ടാറ്റ സ്റ്റീലും ജിൻഡാൽ സ്റ്റീലും, അതുപോലെ തന്നെ ഓട്ടോ സെക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈ പറയുന്ന മാരുതി സുസുക്കിനെയും മഹീന്ദ്രനെയും ചൂസ് ചെയ്യാം. ഇങ്ങനെ ഓരോ സെക്ടേഴ്സിലെയും രണ്ട് ലീഡേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകളോ അല്ലെങ്കിൽ രണ്ടാമത് മൂന്നാമത് നിൽക്കുന്ന സ്റ്റോക്കുകളെയൊക്കെ നമുക്ക് ഈ പെയർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഈ പറയുന്ന സെക്ടറിലെ രണ്ട് സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുശേഷം ഈ സ്റ്റോക്കുകൾ ഒന്ന് ഡിവൈഡ് ചെയ്യുക. അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റേഷ്യോ ഐഡൻറ്റിഫൈ ചെയ്യുക. റേഷ്യോ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ സമയവും ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 0.7 ആണ് ആവറേജ് കിട്ടുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ സമയത്ത് ഇത് 0.7 എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതായത് ബാങ്ക് നിഫ്റ്റി അല്ല നിഫ്റ്റി ബൈ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു 0.7 ആണെങ്കിൽ അല്ലെങ്കിൽ 0.6 ആണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഒരു ആവറേജ് പ്രൈസ്. ഒരു 0.6 അല്ലെങ്കിൽ 0.7 നിന്ന് മുകളിലോട്ട് പോയി ഒരു 0.99 വരെയൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ സെല്ല് ചെയ്ത് ബൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും 0.9 റേഞ്ചിൽ നിന്ന് 0.7 റേഞ്ചിലോട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുക. എല്ലാ സ്റ്റോക്കുകളും ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റേഷ്യോ കിട്ടുകയും ഈ റേഷ്യോ ബേസ് ചെയ്തുകൊണ്ട് പെയർ ട്രേഡ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് ഈ റേഷ്യോയിലോട്ടൊന്നും പോകണ്ട, നേരെ ചാർട്ട് ഇടുകയാണെങ്കിൽ ചാർട്ടിൽ രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് നേരെ സ്ക്രീനിലോട്ട് പോയിട്ട് ഇത് എങ്ങനെ ട്രേഡ് ചെയ്യാം, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഈ ട്രേഡ് ചെയ്തിട്ടുള്ള റിസൾട്ട്സും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരാം. പെയർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സെക്ടറിലെ സെയിം സ്റ്റോക്സ് തന്നെയാണ് എടുക്കേണ്ടത് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ ബാങ്കിങ് സെക്ടറിൽ നമുക്ക് HDFC ബാങ്കിനെ നമുക്ക് ചൂസ് ചെയ്യാം. HDFC ബാങ്കിനെയും അതുപോലെ തന്നെ അതേ സെക്ടറിലെ സെക്കൻഡറി ബാങ്ക് ആയിട്ടുള്ള ICICI ബാങ്കിനെയും നമുക്ക് എടുക്കാം. ഇത് നമ്മുടെ ഗ്രോയിലെ ചാർട്ടിൽ നിങ്ങളിവിടെ പ്ലസ് ബട്ടൺ കണ്ടോ, ഈ ഒരു പ്ലസ് ബട്ടണിൽ ആഡ് അല്ലെങ്കിൽ കമ്പയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ICICI ബാങ്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചാർട്ട് കാണാൻ പറ്റും. അപ്പോൾ HDFC ബാങ്കും ICICI ബാങ്കും ഏറ്റവും വലിയ ഡിഫറൻസിൽ നിൽക്കുന്ന ഒരു സമയം, അതായത് HDFC ബാങ്ക് ടോപ്പിലാണ്, ICICI ബാങ്ക്
ബോട്ടത്തിലാണ്. അപ്പൊ നമ്മൾ പഠിച്ചതനുസരിച്ച് എന്താ സംഭവിക്കുക, ഈ ടോപ്പിലെ സ്റ്റോക്ക് താഴത്തോട്ടും ബോട്ടത്തിലെ സ്റ്റോക്ക് മുകളിലോട്ടും വന്ന് ഇവർ രണ്ടാളും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. റൈറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇവർ രണ്ടാളും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെല്ല് ചെയ്തിട്ട്, അതായത് നമ്മുടെ HDFC ബാങ്ക് നമുക്ക് സെല്ല് ചെയ്തിട്ട് ഏത് ബൈ ചെയ്യാം, ഇവിടെ ICIC ബാങ്ക് ബൈ ചെയ്യാം. നമ്മുടെ എൻട്രി വരുന്നത് ജാനുവരി 25 എക്സിറ്റ് വരുന്നത് മെയ് 23 അപ്പോൾ ഈ പറയുന്ന രണ്ട് സ്റ്റോക്സിന്റെയും ഈ ടൈമിലുള്ള പ്രൈസുകൾ നമ്മൾ പോയിട്ട് സെപ്പറേറ്റ് എഴുതി അതുപോലെ തന്നെ എക്സിറ്റ് എഴുതുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ്, HDFC ബാങ്കിന്റെ പ്രൈസും അതുപോലെ തന്നെ ICIC ബാങ്കിന്റെ പ്രൈസ് തമ്മിൽ ഒരു റിലേഷൻ ഇല്ല. ചിലപ്പോൾ ഒരു 1:2 1:3 ഒക്കെ ആയിരിക്കും. അപ്പൊ ആ റിലേഷൻ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതനുസരിച്ച് ട്രേഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ HDFC ഒരെണ്ണം സെല് ചെയ്യുമ്പോൾ ഒരു പക്ഷെ ഇതിന്റെ റേഷ്യോ 1:2 ആണെങ്കിൽ, പ്രൈസിന്റെ റേഷ്യോ, അതായത് ഒരെണ്ണം 50, അതായത് HDFC ബാങ്കിന്റെ വില 100 ICIC ബാങ്കിന്റെ വില 50 ആണ് എങ്കിൽ നമ്മൾ ഇവിടെ ഒരെണ്ണം സെല്ല് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടെണ്ണം ബൈ ചെയ്താൽ മാത്രമേ റേഷ്യോ ഈക്വൽ ആകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിവിടെ നേരെ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഏത് മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്യൂച്ചേഴ്സ് മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒരുവിധം കണക്റ്റഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഞാനിവിടെ ഒരു സ്റ്റോക്ക് കൂടി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ആ ചാർട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ചാർട്ട് കൂടി നമ്മൾ നോക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതേ ദിവസം അതേ ഡൈവർജൻസ് തന്നെയാണ് ആ ദിവസം കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം അതേ ദിവസം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരേ റേഞ്ചിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ HDFC, ICIC, HDFC, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഞാൻ ഡാറ്റ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ബാക്ക് ടെസ്റ്റ് ഡാറ്റ കാണാം. ഇപ്പൊ എൻട്രി എന്നാണ് ജാനുവരി 25 മെയ് 25. എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാലോ, ഡൈവർജൻസ് വന്നപ്പോൾ എടുത്തു, രണ്ടും ഒരേ റേറ്റിൽ വരുന്ന സമയത്ത് നമ്മളത് ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. സോ HDFC ബാങ്കിന് ആ സമയത്ത് 1639 രൂപയും ICIC ബാങ്കിന് ഏകദേശം 869 രൂപയാണ്. അപ്പൊ ഏകദേശം നമ്മൾ റേഷ്യോ നോക്കുമ്പോൾ 1:8 ആണ്. അതായത് 1:2 റേഷ്യോന്റെ തൊട്ടടുത്താണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു HDFC ബാങ്കിനെ സെല്ല് ചെയ്തുകൊണ്ട് ഒരു ICIC ബാങ്കിനെ ബൈ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ഇവിടെ നമ്മൾ 1639 രൂപയ്ക്ക് സെല്ല് ചെയ്തിട്ട് അത് ബൈ ചെയ്യുന്ന എത്ര രൂപയ്ക്കാണ്, 1616 രൂപയ്ക്കാണ്. ഇത് ഞാൻ സ്റ്റോക്ക് പ്രൈസ് ആണ് പറയാം, ഫ്യൂച്ചറിന്റെ പ്രൈസ് അല്ല, സ്റ്റോക്കിന്റെ പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് ഏകദേശം 23 പോയിന്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ICIC ബാങ്ക് നോക്കുകയാണെങ്കിൽ 869 രൂപയ്ക്ക് നമ്മൾ ബൈ ചെയ്തിട്ട് 937 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ തിരിച്ച് അത് സെല്ല് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു സ്റ്റോക്കിൽ നിന്ന് 68 പോയിന്റ് ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ 12 പോയിന്റിന്റെ ഒരു പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് സെല്ല് ചെയ്തതിൽ നിന്നും പ്രോഫിറ്റ് ആണ്, ബൈ ചെയ്തതിൽ നിന്നും പ്രോഫിറ്റ് ആണ്. നമ്മൾ ഈ റേഷ്യോ നോക്കി സ്റ്റോക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് എന്ത് മാത്രമേ ആക്ച്വലി ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫ്യൂച്ചേഴ്സ് ആണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്യൂച്ചേഴ്സിൽ ഓൾമോസ്റ്റ് ലോട്ട് സൈസ് ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. HDFC ബാങ്കിന്റെയും ICIC ബാങ്കിന്റെയും നോക്കുകയാണെങ്കിലും ആ ഒരു റേഷ്യോ ഓൾമോസ്റ്റ് മെയിൻറ്റെയിൻഡ് ആണ്. എന്നാൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു ലോട്ട് HDFC ബാങ്ക് സെല്ല് ചെയ്യാം, അതേപോലെ തന്നെ ഒരു ലോട്ട് ICIC ബാങ്ക് ബൈയും ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രേഡിൽ ഏകദേശം 4 മന്ത് ഉണ്ട്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോൾ ഏകദേശം 5 മന്ത്സ് നമുക്ക് ഇവിടെ ഉണ്ട്. 5 മാസം കൊണ്ട് ഏകദേശം ഇത് ഈ ഒരു പെയർ ട്രേഡ്, ഏത് പെയർ ട്രേഡ്, HDFC ബാങ്കും ICIC ബാങ്കും തമ്മിലുള്ള പെയർ ട്രേഡിങ്ങിൽ നമുക്ക് ഏകദേശം കൊള്ളാവുന്ന ഒരു ഹ്യൂജ് പ്രോഫിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം 60,000 to 70,000, 65,000 രൂപയുടെ ഒരു പ്രോഫിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏകദേശം 5 മാസം കൊണ്ടാണ്. അതായത് 2 ലക്ഷം രൂപയ്ക്ക് 5 മാസം കൊണ്ട് ഏകദേശം നല്ലൊരു പ്രോഫിറ്റ്, അതായത് ഏകദേശം 3 to 5% മന്ത്ലി പ്രോഫിറ്റ്സ് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഈ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഇവിടെ 18,000, ഇവിടെ 12,000 കിട്ടിയിട്ടുണ്ട്. ഏകദേശം
ഒരു 30,000 റുപ്പീസിന്റെ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പെയർ ട്രേഡിങ്ങിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ്. ഇവിടെ റിസ്ക് വളരെ കുറവാണ്. ഇത് ആക്ച്വലി ഇത്രയും പ്രോഫിറ്റ് കിട്ടത്തില്ല. ഇനി ഫ്യൂച്ചർ വരുമ്പോൾ ഫ്യൂച്ചറിൽ ചെറിയ റോൾ ഓവർ ഒക്കെ ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. റോൾ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റിൽ നെക്സ്റ്റ് മന്തിന്റെ ഫ്യൂച്ചറിലോട്ട് അത് ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ റോൾ ഓവർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റോൾ ഓവർ ചെയ്തൊക്കെ വേണം ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയ നഷ്ടങ്ങൾ വരും. ഓവറോൾ ഏറ്റവും അവസാനം നോക്കുമ്പോൾ നമുക്കിത് അത്യാവശ്യം പ്രൈസ്. ഇനി ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഇൻട്രാഡേയിൽ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും പ്രധാനമായിട്ടുള്ള ആവശ്യമാണ്. എല്ലാ ദിവസവും നമുക്ക് ഇത് ഇൻട്രാഡേയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 1-ാം തീയതി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇവിടെ രാവിലെ തന്നെ സെപ്റ്റംബർ 1-ാം തീയതി രാവിലെ തന്നെ നോക്കുമ്പോൾ രണ്ടാളും രണ്ട് ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു ഡൈവർജൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡൈവർജൻസ് ഉള്ളൊരു ദിവസം നമ്മൾ എന്ത് ചെയ്യാം? ആരാണോ മുകളിലുള്ളത്, ഇവിടെ മുകളിലുള്ളത് നിഫ്റ്റിയാണ്. അപ്പൊ നിഫ്റ്റിയെ നമുക്ക് സെല്ല് ചെയ്യാം, എന്നിട്ട് ബാങ്ക് നിഫ്റ്റിയെ നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമ്മൾ ബൈ ചെയ്യും. എന്നിട്ട് ഏത് പോയിന്റിലാണോ ഇവർ ഒരു സ്ഥലത്ത് എത്തുന്നത്, കൂട്ടിമുട്ടുന്നത്, ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പൊസിഷനെ എക്സിറ്റ് അടിക്കാം. അപ്പൊ ഇങ്ങനെ ഞാൻ ഈ സെപ്റ്റംബർ 1-ന്റെ ഡേറ്റ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എത്ര പ്രോഫിറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട് ഉള്ളത്. അപ്പോൾ ഇവിടെയും ഫ്യൂച്ചർ വെച്ചിട്ടാണ് ഈ ട്രേഡ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് 1:1 തന്നെ ചെയ്താൽ മതി. കാരണം എന്താണ്? ലോട്ട് സൈസ് 15ഉം 50ഉം ആണ്. പ്രൈസും ഏകദേശം 1:3 തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം 19,000, ഒരെണ്ണം എത്രയാണ്? 44,000 റേഞ്ചിലാണ്. അപ്പൊ ഏകദേശം 1:3 മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ലോട്ട് സൈസ്. നേരെ നമ്മൾ ആ ഒരു ഡേറ്റയിലോട്ട് പോവുകയാണെങ്കിൽ ഇത് സെപ്റ്റംബർ 1-ാം തീയതി 9:30 എൻട്രി, 1:43 എക്സിറ്റ് എന്നുള്ള രീതിയിലാണ്. നിഫ്റ്റിയിലെ എൻട്രി പ്രൈസ് വരുന്നത്, നമുക്ക് ഫ്യൂച്ചറിലാണ് എൻട്രി എടുക്കാൻ പറ്റുക. അപ്പൊ എൻട്രി പ്രൈസ് വരുന്നത് ഏകദേശം 19,400, എക്സിറ്റ് പ്രൈസ് വരുന്നത് ഏകദേശം 19,488 ആണ്. നിഫ്റ്റിയിൽ നിന്ന് ഒരു ലോട്ടിൽ നമുക്ക് ഏകദേശം 4,400 രൂപയുടെ ലോസ് ആണ് വരുന്നത്. 88 പോയിന്റ്. ലോട്ട് സൈസ് എത്രയാണ്? 50 ആണ് ലോട്ട് സൈസ്. ഇനി നമ്മൾ നേരെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് ബൈ ആണ് ചെയ്യേണ്ടത്. 44,75 നമ്മൾ ബൈ ചെയ്യുന്നത്. നമ്മൾ സെല്ല് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നത് ഏകദേശം 44,540 ഏകദേശം 465 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏകദേശം 6,975 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്. ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരൊറ്റ ദിവസം ഏകദേശം 2,575 രൂപയുടെ പ്രോഫിറ്റ് ആണ്. ഇത് 2 ലക്ഷം രൂപയുടെ അടുത്ത് ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഏകദേശം 1% പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടും. ഇത് നമ്മൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് ഇൻട്രാഡേയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കാരണം നിഫ്റ്റി സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ബാങ്ക് നിഫ്റ്റി ബൈ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അപ്പൊ ഏകദേശം അഡ്ഡ മണി തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ട്രേഡിംഗ് മെത്തേഡ് എങ്ങനെയുണ്ട്? നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട് പോവുക. പെയർ ട്രേഡിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ മികച്ച റിസൾട്ട്സ് കിട്ടുന്ന പെയറുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് ഓപ്ഷൻസിലാണെങ്കിലും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലാണെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. കൂടുതലും സ്റ്റോക്കുകളിൽ ചെയ്യാതെ എപ്പോഴും നമ്മൾ ഫ്യൂച്ചേഴ്സിൽ ചെയ്യുക. കാരണം സ്റ്റോക്ക് നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചേഴ്സിൽ വേണം നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഇത് ചെയ്യാം. ഓപ്ഷൻസിലൊക്കെ ചെയ്യുമ്പോൾ ഓവർനൈറ്റ് പൊസിഷൻസിൽ ജസ്റ്റ് ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ്? ഓപ്ഷനിൽ DK എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓപ്ഷൻ്റെ പ്രീമിയം DK പോകും. അപ്പോൾ ഇത് നിങ്ങൾ ഫ്യൂച്ചേഴ്സിൽ കൂടുതൽ സമയം ഇത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.